ഗൈസ് നട്ടപ്പാതിരക്ക് രാത്രി കിടന്നുറങ്ങേണ്ട സമയത്ത് കണ്ണൂർ വരെ തെയ്യം നോക്കാൻ കൊണ്ടുപോയ കഥയാന്ന് പറയാൻ പോകുന്നു. ഹലോ ചേർത്തട്ടാ, തെയ്യത്തിന് പോയാലോ? സമയം രണ്ട് നന്ന്. ഉച്ചക്ക് 2 മണിയല്ല, രാത്രി 2 മണി. കാഞ്ഞങ്ങാടല്ലേ? കണ്ണൂര്. കണ്ണൂരാ? ഞാനിപ്പോ എത്തി. പാതി ഉറക്കത്തിൽ ഈ പച്ച ജാക്കറ്റ് ഇട്ടിട്ട് ഞാൻ കാഞ്ഞങ്ങാട് സൗത്ത് നിന്ന് 350 രൂപ എണ്ണ അടിച്ച് ഈ കാണുന്ന കണ്ണൂർ മാട്ടൂർ അമ്പലത്തിലേക്ക് എത്തി. വയനാട്ട് കുലുവൻ തെയ്യത്തിന്റെ മുഖെഴുത്ത് ഇപ്പുറത്ത് നടക്കുന്നുണ്ട്. ആൾക്കാരെല്ലാം ആകാംക്ഷയോടെ നിൽക്കുന്നത് കണ്ടനാർ കേരളനെ കാണാൻ വേണ്ടിയിട്ടാണ്. കനലെല്ലാം കൂട്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂട്ടിവെച്ച തീച്ചൂളിലേക്ക് എടുത്തു ചേടാൻ കണ്ടനാർ കേരളം റെഡിയാകുന്നേ ഉള്ളൂ. സമയം പുലർച്ചെ 4 മണി. അതാ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് കണ്ടനാർ കേരളം തീച്ചൂളിയിലേക്ക് എടുത്തു ചേടാൻ പോകുന്നു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ തെയ്യം കാണുന്നത്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലും കണ്ടനാർ കേരളം വയനാട്ട് കുലുവനും ഉണ്ട്. പക്ഷെ ആചാരങ്ങൾ ഇങ്ങനെയൊന്നുമല്ല, വ്യത്യാസമുണ്ട്. തെയ്യം തീയിലേക്ക് ഓരോ തവണ എടുത്തിയാടുമ്പോൾ ഞാൻ അതിശയത്തോടെ നോക്കി നിന്ന് പോയി. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന രാഹുൽ ഒരു ഫോട്ടോഗ്രാഫറാണ്. അവൻ ഈ തെയ്യത്തിന്റെ ഫോട്ടോ എടുക്കാൻ പ്രത്യേകിച്ച് ഒരു ഇഷ്ടമാണ്. കണ്ടനാർ കേരളം അപ്പുറത്തുനിന്ന് ഉറഞ്ഞാടുന്ന സമയത്ത് നമുക്ക് വയനാട്ട് കുലവന്റെ മുഖെഴുത്ത് എന്തായി നോക്കാം. അതിന്റെ ഇടയിൽ രാഹുലിന്റെ കുറച്ച് ഫോട്ടോസും ഷൂട്ട് ചെയ്യാൻ പറ്റി. ചെരിഞ്ഞിട്ടും മലഞ്ഞിട്ടും കിടന്നിട്ടെല്ലാം കുറെ ഫോട്ടോസ് എല്ലാം ഷൂട്ട് ചെയ്തു. എനിക്കൊരു ചെറിയ നെഞ്ചുവേദന വന്ന കാരണം വയനാട്ട് കുലവൻ നോക്കാൻ നിന്നിട്ടില്ല. രാഹുൽ എടുത്ത ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം.